എല്ലാവർക്കും നമസ്കാരം. ആകാശഗംഗയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2026 ജൂൺ മാസം 2-ാം തീയതി വ്യാഴം മിഥുന രാശിയിൽ നിന്ന് തൻ്റെ ഉച്ചരാശിയായ കർക്കിടക രാശിയിലേക്ക് രാശിമാറ്റം നടത്തുകയാണ്. തുലാക്കൂറിൽ വരുന്ന ചിത്തിരയുടെ അവസാനത്തെ പകുതി, ചോതി, വിശാഖത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം വരുന്ന നക്ഷത്രക്കാർക്ക് എന്തൊക്കെ ഗുണദോഷ ഫലങ്ങളാണ് ഉണ്ടാകുക എന്നതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. ഇപ്പോൾ വ്യാഴം നിങ്ങൾക്ക് നിൽക്കുന്നത് 9-ാം ഭാവമായ ഭാഗ്യസ്ഥാനത്താണ്. ജൂൺ 2 മുതൽ അത് 10-ാം ഭാവമായ കർമ്മസ്ഥാനത്തേക്കാണ് മാറുന്നത്. വ്യാഴം 10-ൽ വരുമ്പോൾ എന്തൊക്കെ സംഭവിക്കാം എന്ന് നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാം. വ്യാഴം കർക്കിടകം രാശിയിൽ ഉച്ചസ്ഥിതിയിലാണ്. അതായത് വ്യാഴത്തിന് ഏറ്റവും കൂടുതൽ ബലം ലഭിക്കുന്ന സമയമാണിത്. തുലാക്കൂറുകാർക്ക് 10-ാം ഭാവം എന്നത് തൊഴിൽ, പദവി, മാന്യത എന്നിവയൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. 10-ൽ വ്യാഴം വന്നാൽ 10,000 ഒഴിയും എന്നൊരു പഴയ ചൊല്ലുണ്ട്. എന്നാൽ ഇത് പേടിക്കേണ്ട ഒന്നല്ല, മറിച്ച് സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ അല്പം അച്ചടക്കം പാലിക്കണം എന്ന ഓർമ്മപ്പെടുത്തലുകൾ മാത്രമാണ്. 10-ൽ വ്യാഴം വരുന്നത് ഗുണദോഷ സമ്മിശ്ര ഒരു ഫലമാണ് നമുക്ക് നൽകുന്നത്. ചിലവിലൊക്കെ അല്പം വർധനമൊക്കെ ഉണ്ടാകാം. വരുമാനമൊക്കെ ഉണ്ടെങ്കിലും അത് ശുഭകാര്യങ്ങൾക്കായിട്ടൊക്കെ ചിലവാകാം. വീട് പണിക്കോ അല്ലെങ്കിൽ വിവാഹം, നിക്ഷേപം തുടങ്ങിയ കാര്യങ്ങൾക്കായിട്ടൊക്കെ ചിലവുകൾ പ്രതീക്ഷിക്കാം. അതുപോലെ സ്ഥാനചലനം, ജോലിയിൽ മാറ്റമോ അല്ലെങ്കിൽ താമസ സ്ഥലമൊക്കെ മാറേണ്ട സാഹചര്യമോ ഒക്കെ ഈ 10-ലെ വ്യാഴം നൽകിയേക്കാം. അതുപോലെ അധിക ഉത്തരവാദിത്തങ്ങൾ, ജോലിസ്ഥലത്തെ വലിയ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുക്കേണ്ടി വരും. ഇതൊക്കെ ഈ 10-ലെ വ്യാഴം 10-ൽ നിൽക്കുന്നത് കൊണ്ടുള്ള ഫലങ്ങളാണ്. 10-ലെ വ്യാഴം ഉച്ചസ്ഥിതി ആയതിനാൽ ദോഷഫലത്തേക്കാൾ കൂടുതൽ ഗുണഫലമൊക്കെ ആയിരിക്കും നൽകുക. തൊഴിൽപരമായ തടസ്സങ്ങളൊക്കെ നീങ്ങുകയും സ്വന്തമായിട്ടൊക്കെ ബിസിനസ്സൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് വളർച്ചയൊക്കെ ഉണ്ടാകുകയും ചെയ്യുന്നതാണ്. അതുപോലെ നീതിബോധം ഉണ്ടാകുന്നതാണ്. കർമ്മരംഗത്ത് വളരെ സത്യസന്ധതയും നീതിപൂർവമായിട്ടൊക്കെ പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. മുൻപൊക്കെ ചെയ്ത എന്തെങ്കിലും കഠിനാധ്വാനത്തിനൊക്കെ അർഹമായ പ്രതിഫലവും ഈ സമയത്ത് ലഭിക്കുന്ന ഒരു സമയമാണ്. 10-ൽ നിൽക്കുന്ന വ്യാഴം തൻ്റെ 5-ാം ദൃഷ്ടി, 7-ാം ദൃഷ്ടി, 9-ാം ദൃഷ്ടികൾ കൊണ്ട് മറ്റ് 3 ഭാവങ്ങളെ നോക്കുന്നുണ്ട്. വ്യാഴം നിൽക്കുന്ന സ്ഥാനത്തേക്കാൾ വ്യാഴം നോക്കുന്ന ഭാവങ്ങൾക്കാണ് ഗുണഫലങ്ങൾ കൂടുതൽ ലഭിക്കുക എന്നാണ് പറയപ്പെടുന്നത്. 2-ാം ഭാവത്തിലേക്ക് വ്യാഴം ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അതുപോലെ 4-ാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. 6-ാം ഭാവത്തിലേക്കും വ്യാഴം 10-ൽ നിന്നുകൊണ്ട് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. ഇനി ഓരോ ദൃഷ്ടി കൊണ്ടും എന്തൊക്കെ ഫലങ്ങളാണ് ഉണ്ടാകുക എന്ന് നോക്കാം. വ്യാഴം 2-ാം ഭാവത്തിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. 2-ാം ഭാവം പ്രധാനമായും ധനം, കുടുംബം, വാക്ക് എന്നിവയൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. വ്യാഴം ഇവിടേക്ക് ദൃഷ്ടി ചെയ്യുമ്പോൾ പോസിറ്റീവായിട്ടുള്ള ഫലങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. സാമ്പത്തികമായ ഭദ്രത ഉണ്ടാകാം. 10-ാം ഭാവത്തിൻ്റെ കർമ്മഫലമായി 2-ാം ഭാവത്തിൽ ധനലബ്ധിയൊക്കെ ഉണ്ടാകുന്നതാണ്. അതുപോലെ കുറേ കാലമായിട്ടൊക്കെ മുടങ്ങിക്കിടന്ന പണമൊക്കെ കൈവശം വന്ന് ചേരാൻ സാധ്യതയുണ്ട്. സമ്പാദ്യശീലമൊക്കെ വർദ്ധിക്കുകയും കൃത്യമായ സാമ്പത്തിക ആസൂത്രണമൊക്കെ നടത്താൻ സാധിക്കുകയൊക്കെ ചെയ്യുന്നതാണ്. അതുപോലെ കുടുംബത്തിൽ സന്തോഷം, കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ഒത്തൊരുമയൊക്കെ വർദ്ധിക്കുന്നതാണ്. കുടുംബത്തിൽ എന്തെങ്കിലും ശുഭകാര്യങ്ങൾ, വിവാഹം, ആഘോഷങ്ങൾ ഒക്കെ പോലെയുള്ള ശുഭകാര്യങ്ങളൊക്കെ നടക്കാൻ ഈ ദൃഷ്ടി കാരണമാകുന്നതാണ്. ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നുമൊക്കെ പിന്തുണ ലഭിക്കുന്ന സമയം കൂടിയാണ്. അതുപോലെ നിങ്ങളുടെ സംസാരം ഈ സമയത്ത് മറ്റുള്ളവരെ ആകർഷിക്കുന്ന രീതിയിലുള്ള സംസാരിക്കാൻ സാധിക്കുന്നതാണ്. വാക്കുകൾക്കൊക്കെ മൂല്യം വർദ്ധിക്കുന്ന സമയം കൂടിയാണ്. എന്തെങ്കിലും തർക്ക വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ സമാധാനപരമായിട്ടൊക്കെ പരിഹരിക്കാൻ നിങ്ങളുടെ ഇടപെടലുകൾക്കൊക്കെ സാധിക്കുന്നതാണ്. അതുപോലെ ഭക്ഷണസുഖവും ഈ സമയത്ത് ലഭിക്കുന്നതാണ്. 10-ൽ നിൽക്കുന്ന വ്യാഴം 2-ാം ഭാവത്തെ നോക്കുന്നത് നിങ്ങൾക്ക് വലിയൊരു ആശ്വാസമാണ്. 10-ലെ വ്യാഴം വരുമ്പോൾ ചിലവുകളൊക്കെ കൂടുമെന്ന് പറയാറുണ്ടെങ്കിലും 2-ാം ഭാവത്തിലെ ഈ ശുഭദൃഷ്ടി ആ ചിലവുകളെയൊക്കെ നേരിടാനുള്ള കൃത്യമായിട്ടൊക്കെയുള്ള ഒരു വരുമാനവും നിങ്ങൾക്ക് ഉറപ്പാക്കുന്നതാണ്. അതുപോലെ നിങ്ങളുടെ വാക്കും പ്രവൃത്തിയുമൊക്കെ ഒരുപോലെ ഫലവത്താകുന്ന ഒരു കാലം കൂടിയാണ്. വ്യാഴത്തിന് 2-ാം ഭാവത്തിലെ ദൃഷ്ടി കൂടാതെ 4-ാം ഭാവത്തിലും ദൃഷ്ടിയുണ്ട്. വീട്, വാഹനം ഒക്കെ ഈ 4-ാം ഭാവം കൊണ്ടാണ് ചിന്തിക്കുന്നത്. ഗ്രഹത്തെയും സൂചിപ്പിക്കുന്നുണ്ട്. സ്വന്തമായിട്ടൊക്കെ ഒരു വീട്
സ്വപ്നം കാണുന്ന തുലാക്കൂറുകാരാണെങ്കിൽ ഈ കാലയളവിൽ അത് യാഥാർത്ഥ്യമൊക്കെ ആക്കാൻ സാധിക്കുന്നതാണ്. നിലവിലൊക്കെയുള്ള വീട് പുതുക്കി പണിയാനോ അല്ലെങ്കിൽ അതിൻ്റെ സൗകര്യങ്ങളൊക്കെ വർദ്ധിപ്പിക്കാനോ ഉള്ള ഒരു ശ്രമങ്ങളൊക്കെ വിജയിക്കുന്നതാണ്. പുതിയ വാഹനമൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ അതിനും അനുകൂല സമയമാണ്. അതുപോലെ അമ്മയുടെ കാര്യത്തിലൊക്കെ പുരോഗതി ഉണ്ടാകുന്നതാണ്. അമ്മയോടുള്ള ബന്ധങ്ങളൊക്കെ കൂടുതൽ ദൃഢമാവുകയും അമ്മയിൽ നിന്ന് സാമ്പത്തികമായോ അല്ലെങ്കിൽ മാനസികമായോ ഒക്കെ വലിയൊരു പിന്തുണയൊക്കെ ലഭിക്കുകയും ചെയ്യുന്നതാണ്. കുടുംബത്തിലെ സമാധാനവും സന്തോഷവും ഒക്കെ നിലനിൽക്കുന്നതാണ്. ബന്ധുക്കളുമായിട്ടുള്ള തർക്കങ്ങളൊക്കെ അവസാനിക്കുന്ന സമയം കൂടിയാണ്. വീട്ടിലെ ഒരു ഐശ്വര്യവും പോസിറ്റീവ് ഊർജ്ജവും ഒക്കെ നിറയുന്ന ഒരു കാലയളവാണ് ഇത്. 10ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം 7ാം ദൃഷ്ടിയാൽ 4ാം ഭാവത്തെ നോക്കുന്നത് ജീവിതത്തിൽ വലിയ ഭൗതിക സുഖങ്ങളൊക്കെ കൊണ്ടുവരുന്നതാണ്. സുഖസ്ഥാനമൊക്കെ തെളിയുന്നതോടെ മനസ്സിന് വലിയ സമാധാനമൊക്കെ ലഭിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ്. വ്യാഴം 9ാം ദൃഷ്ടി കൊണ്ടാണ് 6ാം ഭാവത്തെ നോക്കുന്നത്. 6ാം ഭാവം രോഗ ശത്രു കടബാധ്യതകളെയാണ് സൂചിപ്പിക്കുന്നത്. ദീർഘകാലമായിട്ടൊക്കെ അലട്ടിയിരുന്ന ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് വ്യാഴത്തിൻ്റെ ഈ ദൃഷ്ടിയാൽ ആശ്വാസമൊക്കെ ലഭിക്കുന്നതാണ്. അതുപോലെ എന്താണ് രോഗമെന്ന് നിർണ്ണയിക്കുന്നതിനൊക്കെ തടസ്സം നേരിട്ടിരുന്നവർക്ക് ശരിയായ ചികിത്സയൊക്കെ ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ്. ആരോഗ്യകാര്യത്തിലൊക്കെ കൂടുതൽ ശ്രദ്ധാലുവാകാനും കൃത്യമായ ജീവിത ശൈലിയൊക്കെ സ്വീകരിക്കാനും ഈ ദൃഷ്ടി പ്രേരിപ്പിക്കുന്നതാണ്. അതുപോലെ നിങ്ങളെ തളർത്താനൊക്കെ ശ്രമിക്കുന്ന ശത്രുക്കളുടെ നീക്കങ്ങളൊക്കെ പരാജയപ്പെടുന്നതാണ്. ജോലിസ്ഥലത്തോ സാമൂഹികമായോ ഒക്കെ നേരിടുന്ന മത്സരങ്ങളിലൊക്കെ വിജയിക്കാനും സാധിക്കുന്നതാണ്. നിയമപരമായ എന്തെങ്കിലും തടസ്സങ്ങളോ അല്ലെങ്കിൽ കോടതി കേസുകളോ ഒക്കെ ഉള്ളവർക്ക് ഈ സമയത്ത് അനുകൂലമായ ഒരു വിധി ലഭിക്കാനുള്ള സാധ്യതയുമുണ്ട്. 6ാം ഭാവത്തിലേക്ക് വ്യാഴത്തിൻ്റെ ഈ ദൃഷ്ടി പതിയുന്നത് നിങ്ങൾക്ക് വലിയൊരു സുരക്ഷാ കവചമാണ്. ജീവിതത്തിൽ നേരിടുന്ന തടസ്സങ്ങളെയും ശത്രുദോഷങ്ങളെയും ഒക്കെ മറികടക്കാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നതാണ്. കടബാധ്യതകളൊക്കെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് അത് കുറയ്ക്കാനുള്ള വരുമാന മാർഗങ്ങളൊക്കെ മുന്നിൽ തെളിയുന്നതുമാണ്. 10ാം ഭാവത്തിൽ വ്യാഴം കർമ്മരംഗത്ത് പദവിയൊക്കെ നൽകുമ്പോൾ 6ലെ ദൃഷ്ടി നിങ്ങളുടെ എല്ലാ പ്രതിസന്ധികളെയും ഇല്ലാതാക്കുന്നതുമാണ്. ചുരുക്കത്തിൽ തുലാക്കൂറുകാർക്ക് ഈ വ്യാഴമാറ്റം വെല്ലുവിളികളെയൊക്കെ ഒരു വിജയമാക്കി മാറ്റാനുള്ള ഒരു അവസരമാണ് നിങ്ങൾക്ക് നൽകുന്നത്. വ്യാഴത്തിൻ്റെ 10ാം ഭാവസ്ഥിതി കൂടുതൽ ഗുണകരമാക്കാനും ദോഷഫലങ്ങളൊക്കെ കുറയ്ക്കുന്നതിനും വേണ്ടി വ്യാഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുക. വിഷ്ണു സഹസ്രനാമം അല്ലെങ്കിൽ ഭാഗ്യസൂക്തമൊക്കെ ജപിക്കുന്നത് തൊഴിൽപരമായ എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നീങ്ങാൻ സഹായിക്കുന്നതാണ്. ഈ വിഷ്ണു സഹസ്രനാമവും ഭാഗ്യസൂക്തവും ഒക്കെ ജപിക്കാൻ സാധിച്ചില്ലെങ്കിൽ അത് കേൾക്കുന്നതും ഗുണകരമാണ്. അതുപോലെ വ്യാഴാഴ്ചകളിൽ മഞ്ഞ നിറമുള്ള വസ്ത്രങ്ങൾ ധരിക്കുകയോ ഒക്കെ ചെയ്യുന്നത് വ്യാഴപ്രീതിക്ക് നല്ലതാണ്. അതുപോലെ അധ്യാപകരെ, പ്രായമായവരെ, ആത്മീയ ഗുരുക്കന്മാരെ എന്നിവരെയൊക്കെ ബഹുമാനിക്കുകയും അവരുടെ അനുഗ്രഹമൊക്കെ വാങ്ങുകയും ചെയ്യുന്നത് വ്യാഴപ്രീതിക്ക് വളരെയധികം ഗുണകരമാണ്. ഈ വ്യാഴമാറ്റം കൊണ്ട് നിങ്ങൾക്കൊരു സമ്മിശ്രമായ ഫലങ്ങളാണ് നൽകുന്നത്. 10ാം ഭാവത്തിലെ വ്യാഴം കർമ്മരംഗത്തെ ചില വെല്ലുവിളികളൊക്കെ ഉയർത്തിയേക്കാം. എങ്കിലും 2, 4, 6 ഭാവത്തിലേക്കുള്ള ദൃഷ്ടി നിങ്ങൾക്ക് സാമ്പത്തിക നേട്ടവും കുടുംബസുഖവും ശത്രുവിജയവും ഒക്കെ ഉറപ്പാക്കുന്നതാണ്. ജീവിതത്തിൽ അച്ചടക്കവും കഠിനാധ്വാനവും ഒക്കെ നിലനിർത്തുകയാണെങ്കിൽ ഈ കാലയളവ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയങ്ങളുടെ ഒരു കാലമായി മാറുന്നതാണ്. ചെറിയ പ്രതിസന്ധികൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കണ്ട് തളരാതെ മുന്നോട്ട് പോവുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.